കരിങ്കല്ലാണോ നടക്കണല്ലേ ചോനെ കാതറിന നിന്നതുക്കോ അടുത്ത പത്രം അടിക്കാനായി അപ്പളാ അവൻ്റെ പത്രം ഇപ്പളാ വരുന്നേ. ഇയാള് രാവിലെ തന്നെ ഇവിടെ കൂറി തെരപ്പി നാസം. ഇത് എടുക്കാൻ രാവിലെ തന്നെ ഞാൻ അങ്ങാടിക്കാ. എത്താ അവിടെ അങ്ങാടിയിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇത് വരുമ്പോഴേ ഒരു കോടാമ്പി വാങ്ങണം. ഞാൻ അത് ചെറ്റമല അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കുജിക്ക് കാല് നീട്ടി കുത്തിരിക്കാനായി ഇനി ആ കോളാമ്പി ചിലക്കാ പോണ അവിടുന്ന്. ഞങ്ങൾ എന്നെ ഞാനിതിനാ മദ്രസ വിട്ടുന്നത്. അവിടെ പഠിപ്പിച്ചില്ലേ ഉമ്മനും ബാപ്പനും നല്ലോണം അനുസരിക്കണമെന്ന്. അങ്ങനത്തെ ഓരോ നല്ല കുട്ടികൾ. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല പെരണ്ടി പറമ്പിന്റെ ആധാർ എന്റെ പേര് എഴുതിരാ. അങ്ങോട്ട് നിങ്ങൾ എഴുതിയെന്നോ? നിങ്ങൾ മുഴുവൻ സെമീറിനോട് തക്കിച്ചോളി. അതിനൊക്കെ എത്ര കാലുണ്ട്. ആ കാലം നമ്മളെ മൂന്നിന്റെ പായസം കുടിച്ചാൽ നാട്ടുകാർക്കും ഉണ്ടല്ലോ ഒരു പൂതി. സ്വത്ത് മുഴുവൻ സെമീറിനല്ലേ? കോളാമ്പി അവിടെ കൊണ്ടുവരാൻ കേട്ടോ. എത്താപ്പം എൻ്റെ വർത്താനം ഉമ്മാരി ഓരോന്നാണല്ലോ നമുക്ക് ഉണ്ടായേ പഠിച്ചവനെ. ഒരു കോടാമ്പ് കിട്ടാൻ ഒരു വഴിയില്ല. ഏതായാലും ചർമ്മകോളം നോക്കാം. ഏതാ ചെങ്ങായിമാർ പോയിണോന്നറിയാം കേട്ടോ. ഗുളിക തൊണ്ടയിൽ കുടുങ്ങി 65കാരൻ മരിച്ചു. ചോനെ ഈ ചെങ്ങായി മന്തി തിന്നണ മാതിരിയാണോ ഗുളിക കുടിച്ച്? അല്ലാതെ എങ്ങനെ തൊള്ളേ കുടുങ്ങുക? നമ്മളൊരു മരുന്ന് വാങ്ങാൻ ഒരു ബലാലിനെ പറഞ്ഞു വെച്ചിരുന്നു. ആ ചെങ്ങായി ഇനിയിപ്പോൾ എവിടെയാണോ പോയി എടുക്കണാവോ? ഏതായാലും ഒന്ന് പൊച്ചു നോക്കാം. അയ്യോ ഞാൻ വരികയാണ്. ആ വേട്ട് വന്നോട് നാളെ. ആ വീടുണ്ട് വീടുണ്ട്. ആ വരുന്നുണ്ട് വാപ്പാന്റെ പുന്നാര മോൻ. ഓ ആ വേട് ചെല്ലു. എന്റെ പുന്നാര വാപ്പാണ് കാത്തിക്കണ്. അഞ്ചി കൂടി വാപ്പല്ലേ? അത് സ്വത്ത് മുഴുവൻ എനിക്കല്ലേ? തരും ഞാന്. ഗ്യാസ് നിങ്ങളെ ഗ്യാസ് അത് പുറത്തേക്ക് വീണത് എന്തിനാ? നാറ്റമല്ലേ മോശമല്ലേ നാട്ടുകാർക്ക് പ്രശ്നമല്ലേ? ഈ ചേലക്കാതെ മരുന്ന് ഇങ്ങോട്ട് കാട്ടിയാ പിന്നെ ആ സൂപ്പിന്റെ വൈമ കുടിച്ച് വെച്ചാണ് സ്വത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അത് നോക്കണ്ട നമ്മളോടല്ലേ. അല്ല സമീറേ, അന്നോട് ഗ്യാസിന്റെ പച്ച ഗുളികല്ല വാങ്ങാൻ പറഞ്ഞേ. ജി സുഗറിന്റെ ചോന്ന ഗുളികല്ല വാങ്ങിയേ. നിങ്ങളല്ലേ സീറ്റ് എന്നേ അത് ചോപ്പ് പച്ചാന്നൊന്നും എഴുതിയില്ല. ഗുളികാന്നാ ഇയാണ് വാങ്ങിയത്. ചോനെ ഇനിയിപ്പോൾ അതിൽ ഇതും പോണോ പച്ചയാണോ ചോപ്പാണോ എന്നുള്ളത് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ഗ്യാസിന് പച്ച ഗുളികയാണെന്ന്. അതും അറിയാത്തൊരു പോട്ടൻ. അല്ല ഇതോടുന്നേ നിങ്ങൾ മരുന്നിന് തന്നതിലുള്ള ബാക്കി പൈസ ഇല്ലേ അതുകൊണ്ട് വാങ്ങിയാ? ഇത് പച്ചയാണോ പൗത്താണോ ചോന്നാണോ എന്ന് എനിക്ക് തിരിച്ചറിയില്ലേ? പൊന്നാര പാപ്പയെ പയ എല്ലായിടത്തും മഞ്ഞല്ലേ ഉണ്ടാകുക. അത് ഇനിയിപ്പോൾ ഓറഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിന് ഇജ്ജ പോണേ ഇവിടെ എന്നാ? ഞാൻ ഓഫീസിക്കാ. എൻ്റെ ഓഫീസ് പറഞ്ഞാൽ തിരുപ്പമുക്കല്ലേ? അവിടെ പോയി ആ ബാപ്പുട്ടിന്റെ തിരുപ്പും കെട്ടിക്കാതെ അരി കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച നിങ്ങൾ ഇന്നെ കുറിച്ച് പരാമർശിച്ചപ്പോ ഇജ്ജ കേട്ടോ. അന്നല്ല എൻ്റെ ബാപ്പനെ കുറിച്ച് വരെ ഞാൻ പറയും. ഈ കാതറിനെ ഒരു ബാപ്പനും പേടില്ല. റോട്ടുമ്പോ കൂടെ പോണല്ലൊക്കെ ബാപ്പാനെ പറയാക്കി പിരാന്തായോ? ശരിയാക്കി തരണ കാതറെ. അല്ല അനക്കിങ്ങോട്ട് പെരുന്നാട്ടാ നല്ലേ. ഈ അരി കൊണ്ടുപോയി പൊടിപ്പിച്ച അല്ല ബാപ്പേ ഈ പെരയിൽ അരി പൊടിപ്പിച്ചാൽ ഞാൻ വേണം. വേറെ മനസ്സിലേ അരി പൊടിപ്പിച്ചണം, റേഷൻ പീടിയെ പോകണം, പജീനെ കെട്ടണം, ആടിനെ കെട്ടണം. ഇതിനൊക്കെ ഞാൻ ഒരു മനസ്സിലാണുള്ളത്. ഇതിലേറെ നല്ല സൗദി അറേബ്യ പോയാണ്ട് ബെന്യാമിന്റെ ആടുജീവിതം നയിച്ചരാ. അനക്കിനിപ്പോ അവിടെ പോയി ആടി കഴിച്ചണല്ലേ? നടന്ന് തന്നെ കുഞ്ഞാളുടെ ബാപ്പ ഈ പെരയിൽ എനിക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത്. ഇതിലേറെ നല്ല ഞാൻ നാട് വിടുക. ഞാൻ നാട് വിടും. അതന്നെ നല്ലേ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് വയ്യ. എന്നാൽ നാട് വിടണ തന്നെ നല്ലേ. ഹലോ സുനി, ഇജോടല്ലേ? ഞാൻ തിരുപ്പമുക്കിക്ക് പോയിട്ടാണ്. തിരുപ്പമുക്ക് പോലെ ചങ്ങായി ഈ സെമീറിനോട് വാ. എന്താ കുട്ടിയെ അവിടെ കിണറ്റിൽ പൂച്ചാടിയോ? ചങ്ങായിയെ പൂച്ചും പട്ടിയോ ചാടിയല്ല. ഈ സെമീറിനടുത്ത് മതിലെടുത്തിട്ട് വാ. ആയിക്കോട്ടെ.
സൂര്യ ആ വരും വരും വരും. എന്താ കുട്ടി എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കാതറാക്ക് രാവിലെ തന്നെ ടെററാണ്. എനിക്കൊരു തന്തക്ക് വിളിയൊക്കെ കിട്ടി. അത് നന്നായി. എന്നാലും ഷമീർ ഓന്റെ ജീവിതത്തിലെ 40ാമത്തെ നാടുവിടലാവുമല്ലോ. ഇവിടെ നിക്ക് സൂര്യ, നമ്മളിത് എന്താകണ് നോക്കുക. സുനി, നമ്മൾ ഇവിടെ ഇരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ നടക്കും. പറഞ്ഞു സംഭവം നാട് വിടുന്ന് പറഞ്ഞാൽ ഞാൻ നാട് വിടും. വെറുതെ പിരാന്ത് പിടിച്ചാൽ നിൽക്കണ്ട. അന്റെയൊക്കെ പ്രായത്തിലേ പട്ടി കിടക്കണ മാതിരി കിതച്ച് കൊത്തി കൊത്തി ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന പേരും പറമ്പൊക്കെ. അതന്നെയുള്ള നാട്ടുകാർ പറഞ്ഞെടുക്കണേ നിങ്ങൾ വല്യാപ്പാന്റെ പറ്റിച്ചുണ്ടാക്കിയാണ് എന്ന് എല്ലാവർക്കും അറിയണാണ്. വെറുതെ പിരാന്താക്കാൻ നിൽക്കണം ടാപ്പേ. സുനി, അത് സെമീർ പറഞ്ഞ ശരിയാ. സെമീറിനെ വല്യാപ്പനെ പറ്റിച്ച് ഇയാളെ സ്വത്തുണ്ടാക്കിയൊക്കെ എൻ്റെ വാപ്പ പറഞ്ഞേ കേട്ടത്. ഈ തന്തന്റെ മുതലൊന്നും ഹലാലല്ല. അത് ഞാനും കേട്ടനേ. പിരാന്ത് പൊട്ടിച്ചാൽ നിന്നാ ഞാൻ നാറാണ്ട് വിടും. പിന്നെ ഞങ്ങളോട് അനുഭവിച്ചു. നിന്റെ ചോറും ചാറും നിന്ന് ഇന്നെ തന്നെ കുറ്റം പറയാ. ഇപ്പൊ തന്നെ പെരേന്ന് ഇറങ്ങിക്കോ. പയാണ്ട് കുടിച്ചോളി. അത് നിങ്ങളെ പൈസക്ക് വാങ്ങിയല്ലേ, അത് തിന്നോളി. പിന്നെ അടുക്കളൊക്കെ എടുത്ത് ഇറങ്ങി ഇപ്പനെ വിട്ടോ. എല്ലാരും ഞാൻ സാധനമൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്നതാണ്. നിന്റെ കളി അതോ ലോകത്തിലെ അതോ ലോകത്തിൽ. ചോനെ ഒരു ഈ കാതറിന് ശരിക്കോനറിയില്ല. അതെ ഞാൻ പോവാ. ഞാൻ നാടുവിട്ടാണ്. ഈ സെമീറിനെ ഞങ്ങൾ കാണൂല. നിക്കേ അല്ല, ഈ ബാഗ് ആരെ കൈക്ക് വാങ്ങിയതാ? നിങ്ങളെ പൈസക്ക് വാങ്ങിയാ എന്നാ എന്നാളാ അതും കൊണ്ടാ പോണേ. കൊണ്ടാ അപ്പൊ എനിക്ക് പോവാൻ ബാഗ് ഉണ്ടാവില്ല. അതും കൊണ്ടെന്നാളാ. പിന്നെ ഈ പാട്ട് അടിപ്പിട്ടെന്ന് ഈ തുണി ആരതാ? അത് അണ്ടി ഇറ്റപ്പോൾ അടുത്ത ഇറ്റപ്പോഴേറ്റ് വാങ്ങിയാ. പാപ്പി ആൾക്കാർ കാണും. ഇതും കൊണ്ടാ പോണേ. ഇപ്പൊ എന്താ ചേർന്ന് അണ്ടിട്ടേല്ലേ? അണ്ടിട്ടപ്പോ വാങ്ങിയല്ലേ സത്ത്? ഉണ്ട്. അതും കൂടെ വന്നാളാ. അവിടെ പൂച്ചാളാ. അല്ല പാപ്പ ഇതില്ലാഞ്ഞാലേ യൂട്യൂബിലൊക്കെ ഇവർ എടുത്തിടും. അതൊന്നും സാരില്ല. ഇജട് ഊര്. കുട്ടികളൊക്കെ ക്യാമറ ഓണാക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടായി എത്ര പാപ്പേ മോനെ. ഓന്റെ അതൊക്കെ ഒന്ന് കേൾക്കണോ? നിന്റെ കളി അണ്ടർവേൾഡില് AK-47 കൊണ്ടുവന്നാണ്ട് വെടിയേക്കും ഞങ്ങളെ. കളി മര്യാദക്കറിയില്ല നിങ്ങൾക്ക്. എൻ്റെ ഒക്കെ പ്രായത്തിലേ ഈ കാതറേ ഇതിനും വലിയ വെടിവെച്ച് നടന്നവനാ. ഇപ്പൊ തന്നെ ചേലക്കാതെ ഇവിടെ നിറഞ്ഞിക്കോ. അണ്ടർവേൾഡിക്കോ ബീഗാലാൻഡിക്കോ സിൽവർ സ്റ്റോമുക്കോ എങ്ങോട്ടാ പോയിക്കോ. ചേലക്കാ പോയിക്കോളി ഓരോ നടത്തുണ്ട്. സംഭവം സെമീർ നാട് വിടാൻ ഒരുങ്ങിയാണ്. നമ്മൾ ഇവിടുന്ന് മാറിന്നാലോ? കുറച്ചപ്പുറത്ത് നിൽക്കാം. എന്നിട്ട് സെമീറിനൊപ്പം നിൽക്കണ മാതിരി അഭിനയിക്കാം. ഓനോനൊപ്പം നിൽക്കണം തോന്നിയോട്ടെ. ഇവിടെ നടന്നൊന്നും അറിയാത്ത മാതിരി ഒക്കെ ഞാനേറ്റ് ഇത് ഫുള്ളായിട്ട് കോളാക്കി കൊടുക്കാം. വാ സുനേ, ഇവിടെ നിൽക്കുക. സെമീർ വരുന്നുണ്ട്. അഭിനയിച്ച് സുനേ, ഓസ്കാർ വാണെങ്കിൽ തകർത്തോണ്ടി. ഇത് ക്ലൈമാക്സ് ഒരു പൊടിക്ക് കുറയണ്ട കേട്ടോ. അതെ അതെ അതെ. എങ്ങട്ടാ സെമീർ കോലത്തില്? സുനേട്ടാ, ഞാൻ അണ്ടർവേൾഡിക്ക് പോവാ. അതിനെന്താ എന്റെ പ്രശ്നം? ബാപ്പുട്ടിയെ നിന്റെ ബാപ്പ ഒരു ചൊറയാണ്. എന്നും ഓരോന്ന് പറഞ്ഞ് ഞാൻ ചൊറായി കൊണ്ടിരിക്കും. ഞാൻ അണ്ടർവേൾഡിക്ക് പോകും. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും വരിക. ഞാൻ വിചാരിച്ചു കുപ്പായം നിങ്ങൾ ഇടാതെ വന്നപ്പോ കുളിക്കാൻ പോവാൻ. ഈ ചെറിയ കാര്യത്തിന് സെമീർ അജി വീഗാലാൻഡിക്ക് പോണേ. വീഗാലാൻഡ് അല്ല, ഡ്രീം വേൾഡ്. രണ്ടിടത്തേക്കും അല്ല, അണ്ടർവേൾഡിക്കാ പോണേ. എവിടുക്കായിരിക്കും പോണ്ട സെമീർ? ഒക്കെ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. അതൊന്നും ബാപ്പ സമ്മതിച്ചൂല. ബാപ്പാറൊക്കെ ഞാൻ പറഞ്ഞു. ബാപ്പുട്ടി പറഞ്ഞ കേൾക്കാത്ത ബാപ്പേ. അതന്നെ സെമീറെ. നിങ്ങളും പറയോ? ഞാൻ നാലും അണ്ടർവേൾഡിക്ക് പോവും. പോകല്ലേ സെമീറെ, പോകല്ലേ. ചെങ്ങായിമാരെ, ഇതൊക്കെ ഒരു അഭിനയല്ലേ. എന്റെ ബാപ്പാനെ പറ്റിച്ചാലും വേണ്ടിയുള്ള ഓരോ കാട്ടിക്കൂട്ടലാ. അപ്പൊ ഈ ചെങ്ങായി അഭിനയിക്കാനി വെറുതെ എക്സ്പ്രസ് ആയിട്ട് ചത്ത്. സുനിയെ എന്റെ ഓസ്കാർ പോയി. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം തകർത്താണ്ട് അഭിനയിച്ചാൽ എൻ്റെ ബാപ്പ ബാക്കിൽ നിന്ന് ഇപ്പം വിളിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. കാട്ടൊക്കെ ഒപ്പം നിന്നോളി. ബാപ്പ വരുന്നുണ്ട്. ബാപ്പുട്ടി അഭിനയിച്ച് തകർത്താളെ. ഇല്ല, ഞാൻ അണ്ടർവേൾഡിക്ക് പോവാ. എന്റെ ബാപ്പല്ല എന്നെ വിളിച്ചു. പോകല്ലേ സെമീറെ. അന്ന വിടൂല സെമീറ. ഞങ്ങള് പോവല്ലേ? അന്ന വിടൂല. അണ്ടർവേൾഡിക്ക് പോകണല്ലോ. പിന്നെ വിടാൻ പറ്റൂല. അവരെ ഞമ്മക്ക് വേണം. അത് പറയാൻ തന്നെ നമ്മൾ വന്നേ. ഓനെ ആ പോക്കിന് ഞാൻ സമ്മതിച്ചൂല. സെമീറെ, സംഗതി ഏറ്റിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബാപ്പ വരുന്ന്. ഇന്റെ അണ്ടർവേൾഡ് അണ്ടർവേൾഡിക്ക് പോവാൻ നമ്മൾ സമ്മതിച്ചൂല. ബാപ്പേ, നിങ്ങൾ അണ്ടർവെയറോ? അണ്ടർവേൾഡ് അല്ല, ഓട്ടെ ഇന്റെ അണ്ടർവെയർ.